സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടി ഒരിക്കലും ഞാനിപ്പോ പറഞ്ഞുതരാം ഇവിടെ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത് പറയാൻ ഞാൻ നിങ്ങളെ വന്ന് കാണുമെന്ന് വിചാരിച്ചാ ഇപ്പൊ കണ്ടു നന്നായി. സമ്മതിച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോ. സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണാൻ അവൻ ആഗ്രഹിക്കില്ല. അവൻ ആണത്തുള്ള ആളാണെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു താലിമാല കഴുത്തി വീണതിന് ശേഷം ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് ഒരു സിൻസിയർ ആയിട്ടുള്ള റിലേഷൻ. അതിനൊന്നും ഇല്ലേ? ശരീരം ആഗ്രഹിക്കാത്ത ഒരാണിന്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ശരീരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടക്കും. അവന് ജസ്റ്റ് അവന്റെ കാര്യം സാധ്യം. നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. അവൻ അടുത്ത വള്ളി പിടിക്കും. അങ്ങനെയും നോക്കത്തുള്ളൂ. സിൻസിയർ ആയിട്ടുള്ള പിള്ളേർ ഒരിക്കലും പെണ്ണിന്റെ ശരീരം ആഗ്രഹിക്കത്തില്ല. അത് അന്തസ്സായിട്ട് കെട്ടിയതിനു ശേഷം മാത്രമേ അവൻ ആഗ്രഹിക്കത്തുള്ളൂ. സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? ഇതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരിക്കലും ഒരു ആണിന്റെ സ്വത്തോ അല്ലെങ്കിൽ ആണിന്റെ പൈസയോ അല്ലെങ്കിൽ ആണിന്റെ വിലപ്പെട്ട സമയമോ കളയാൻ ശ്രമിക്കോ ഇല്ലയോ? പെൺപിള്ളേരുടെ ഒരു മൈൻഡ് വെച്ച് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മൈൻഡ് വെച്ച് നോക്കിയ BMW കാറുണ്ടോ, ബെൻസ് ഉണ്ടോ, 2 നില ബംഗ്ലാവാണോ? ദൈവം ചോദിക്കണോ? നിന്നെ പോലുള്ള ജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. കാണാൻ ഗ്ലാമർ ഉണ്ടോ അവന്? മൊഞ്ചനാണോ? 6 പാക്ക് ഉണ്ടോ? നല്ല ജോലിയാണോ? പണം ഉണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മൈൻഡ് സെറ്റ്. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. എന്റെ വൈബിനും ഞാനെന്നൊരു പെൺകുട്ടീനെ മനസ്സിലാക്കണം. അതേ ഉള്ളു. ചുമ്മാ കേറി അങ്ങോട്ട് അപ്പൂപ്പനെ കണ്ടെന്ന് പറഞ്ഞ് കേറി അങ്ങോട്ട് കയറി പിടി കൊടുക്കത്തില്ല. നീ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. നീ കണ്ണാടിയിലോട്ടോ നോക്ക്. ഒന്ന് പോണണ്ട അവിടുന്ന്. ആര് ചതിച്ചു, അല്ലെങ്കിൽ ആര് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ആര് ബ്രേക്കപ്പ് പറഞ്ഞു? ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ ഇവിടെ അത് പറഞ്ഞേക്കാൻ കുഴപ്പമില്ല. ഇനി പറ, ഞാൻ കേക്കട്ടെ. ആദ്യത്തെ ഗെയിം മൈൻഡ് ആയിരുന്നു. അത് താങ്കൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആദ്യത്തെ വ്യക്തിക്ക് ഗെയിം മൈൻഡ് ആയിരുന്നു. ഇതൊരു മൊമെന്റിലാണ് അവൻ ഒരു ഗേ ആണെന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങളുണ്ട് അതിന് പിന്നില്ല. എന്താ മോത്തൊരു ടെൻഷൻ? എന്തോ മണക്കുന്നുണ്ടല്ലോ. പറമല്ലികെ എന്തായാലും ഞാൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ. പറഞ്ഞു വന്ന ഞങ്ങളവിടെ ഫിസിക്കൽ വരെ ആയതാണ്. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞത്. അതായത് 4 വർഷത്തെ ഒരു ആത്മപ്രണയം, അത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഗേ ആയിരുന്നു. ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. താങ്കൾക്ക് ഇതൊക്കെ കേട്ട് ജനങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ മാക്സിമം എന്നെ യൂസ് ചെയ്തവൻ. നീ എന്താടാ വല്ലതും ഒപ്പിക്കുന്നുണ്ടാ? അതിന്റെ പുറകെ അച്ഛൻ പോവും. ഞാൻ കുറച്ചാട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. വാട്ടിയുമ്പോ തുണിയിട്ട സാധനം അതിന് താങ്കൾ നിന്ന് കൊടുത്തു. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. എടാ നമ്മൾ ആദ്യം അറിയുന്നില്ലല്ലോ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? എനിക്ക് നാണാവും. ആദ്യത്തെ ഫസ്റ്റ് പ്രണയം, മറക്കാൻ പറ്റാത്ത പ്രണയം, ചതിക്കപ്പെട്ട പ്രണയം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെ നാട് നീള സംബന്ധം എന്നാലും ഞാനും എന്റെ അച്ഛനും അഴുക്കല്ലോ. ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് 2 എണ്ണത്തിനെ മനസ്സിൽ തട്ടി സ്നേഹിച്ചതാണ്. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ബാക്കിയെല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. പന്ത് കെട്ടുന്ന പോലെ ഞാൻ 6 അടിച്ചു വിടുവായിരുന്നു. വെടി, എന്തൊരു വെടി! ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. ഞാൻ എല്ലാം തികഞ്ഞവണാന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നിനക്ക് സമ്മതിക്കാം, കാരണം നീ ശരിക്കും പിഴയാ. അപ്പൊ എന്റെ ലൈഫിൽ ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായപ്പോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിപ്പോ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കാരണം വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണിപ്പില്ലേ? എന്നെ ഇപ്പൊ എന്റെ പാരന്റ്സിന് അറിയാം എന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത്. നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എന്റെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരാൾ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ട്. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റ് ഒക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തത് പോലെ വരുന്നത് ഇല്ല, അത് കെട്ടില്ല. അത്രയാണ്. കെട്ടാൻ പണ്ടേക്ക് കൊണ്ട് കേട്ടായിരുന്നു. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ? എനിക്ക് മനസ്സിലായി. 67 പേരെ എടുക്കാനുള്ള റീസൺ 67 അതാ പറഞ്ഞായിരുന്നു. കാരണം വെച്ചാല് ടൈം പാസ് ആയിരുന്നു. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരും ഇല്ലേ?
കല്യാണം ഒന്നും താല്പര്യമില്ലായിരുന്നു, റിലേഷനും ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു. എല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. മകളെ നിനക്ക് ഇത് തന്നെയാണോ പണി? ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള. അവൻ പോണേ പോട്ടെ, അങ്ങനെ എല്ലാം ടൈം പാസ് ആയി. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. എനിക്ക് തന്നെ അറിയത്തില്ല 67 ആണോ എണ്ണോ എന്നുള്ള ആ ഒരു അവസ്ഥയാണിപ്പോ. അത് പറയാൻ നാണക്കേടില്ല, കാരണം വന്ന വഴി മറക്കുന്നവരല്ല നരിപ്പേക്കാര്. മേലെ ഇതിനകത്ത് കാലൂത്ത നിന്റെ 2 കാര്യം തല്ലുപിടിക്കും. ഇറങ്ങിപ്പോടി. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.